സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാമധേയങ്ങളിൽ ഒന്നാണ് മന്നത്ത് ആചാര്യൻ. ഇന്നത്തെ കേരളം, വർത്തമാനകാല കേരളം ഇതുപോലെ നിലനിൽക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് മന്നത്ത് ആചാര്യൻ. അദ്ദേഹം വിശാലമായിട്ടുള്ള ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ കേരളീയരെ പഠിപ്പിച്ചു. ജാതി ചിന്തയ്ക്കെതിരായി ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്ത ആചാര്യനായിരുന്നു മന്നത്ത് ആചാര്യൻ. ക്ഷേത്രപ്രവേശനത്തിന്, അതുപോലെ തന്നെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനെല്ലാം ഒരു സവർണ സമുദായം എന്ന അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹമാണ് മുൻകൈയെടുത്ത് ഇവിടുത്തെ അവർണ ജനവിഭാഗങ്ങളെ, അധസ്ഥിത ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലെത്തിക്കാൻ നീണ്ട പരിശ്രമങ്ങൾ നടത്തിയത്. മന്നത്ത് ആചാര്യനും ഗുരുജി ഗോൾവാൾക്കറും അവസാന കാലത്ത് കാണുകയുണ്ടായി. ഗുരുജിയുടെ ആശയങ്ങൾ, ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഭാരതം മുഴുവനുള്ള സംഘത്തിൻ്റെയും ഗുരുജിയുടെയും ആശയങ്ങൾ കേരളത്തിലും വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ള നിലപാടായിരുന്നു മന്നത്ത് ആചാര്യനുണ്ടായിരുന്നത്. എല്ലാ സാമൂഹ്യ തിന്മകൾക്കുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് മന്നത്ത് ആചാര്യൻ സ്വീകരിച്ചത്. നായർ സമാജത്തെ ഉദ്ധരിക്കുമ്പോഴും അത് മറ്റെല്ലാ സമുദായങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി ആവണം, മറ്റാർക്കും ദോഷം വരാത്ത രീതിയിലാവണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് മന്നത്ത് ആചാര്യനുണ്ടായിരുന്നു. ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, അതുപോലെ സാമൂഹ്യ ഐക്യം, ഇതിനെല്ലാം അടിത്തറ പാകിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംഘടനയല്ല, കേരളത്തിൻ്റെ മുഴുവൻ പുരോഗതിക്കും അതുപോലെ തന്നെ ഐക്യത്തിനും വേണ്ടിയുള്ള സംഘടനയാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഈ ദിവസം ഇവിടെ മന്നസ്മൃതിയിൽ പുഷ്പാർച്ചന നടത്താറുണ്ട്.